അണ്ടർ ഐ ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ ലിപ്പിൽ ചുറ്റുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറ്റാൻ സഹായിക്കുന്ന നാച്ചുറൽ പ്രോഡക്ട്സ് വിത്ത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ക്രീമിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കും. അതുകൊണ്ട് ഞാനിത് വാങ്ങി ഒരു മാസത്തോളം ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടല്ലാതെ ഈ സാധനം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പർ ലിപ്സിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക്നെസ്, അതുപോലെ അണ്ടർ ഐ ഡാർക്ക്നെസ്, ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നോർമലി ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം. നോർമലി നമുക്ക് ഒരു നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് മാറാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ലിപ്പിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ മാറുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്, നല്ല പാടുള്ള കാര്യമാണ്. അത് കുറേ നല്ല ടൈം എടുക്കും. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ലിപ്പിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ കുറവായിരുന്നു, അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അത് മാറാൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അണ്ടർ ഐ ക്രീം എന്നൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര റേറ്റാണ്. അപ്പം 400-500 സംതിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുള്ളത് കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരമാണ് ഞാൻ നാച്ചുറൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ലിപ്പിന് ചുറ്റും ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ക്രീംസ് ഒന്നുമില്ല. ഓക്കെ, നാച്ചുറലി ആയിട്ടുള്ള സാധനമാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിൽ പറയുന്നൊരു കാര്യം, ഒരു നാച്ചുറൽ പ്രോഡക്ട്സ് നാച്ചുറലായിട്ട് നമുക്ക് മാറ്റുന്നൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്. ഇപ്പം നാച്ചുറൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമില്ല, 1-2 മാസം കൊണ്ട് എനിക്ക് ഇത് റിമൂവ് ചെയ്യണം, ഇപ്പോൾ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഒരു ക്രീമും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നാച്ചുറൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും കയ്യിലില്ലാത്തവർ, കാരണം 1 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കലായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്രീമും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് 2 രീതിയിൽ യൂസ് ചെയ്യാം. നാച്ചുറൽ പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് നാച്ചുറലി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് കയ്യിൽ ടൈമില്ല, 1 മാസം കൊണ്ട് തന്നെ നമുക്കിതൊക്കെ റിക്കവർ ചെയ്ത് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ ക്രീമും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവും. ഞാൻ ഇടയ്ക്ക് അതും പറയുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ പ്രോഡക്ട്സും കൂടെ പറയുന്നത്, രണ്ടും വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടൈമിംഗ് കൊടുത്തേക്കാം, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ടൈമിംഗ് കൊടുക്കാം, അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുത്ത് കാണാമല്ലോ. അപ്പോൾ ഞാൻ ടൈമിംഗ് എന്തായാലും കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് എടുക്കുന്ന കോഫി പൗഡറാണ്. ഒരു 1/2 സ്പൂൺ കോഫി പൗഡറൊക്കെ മതി, നമുക്കൊരു ബഡിൻ്റെ ഒന്നും ആവശ്യമില്ല. 1/2 സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ്. ഇതിലൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത്, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഹണിയാണ് നമുക്ക് ചേർക്കുന്നത്. ഇനി പിഗ്മെൻറ്റേഷൻ മാറ്റാൻ ഒരുപാടധികം സഹായിക്കുന്ന ഒരു സാധനമാണ് ഹണി. അതുകൊണ്ട് തന്നെ ഹണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാക്ക്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഹണി. ഇനി നമ്മൾ ചേർക്കുന്ന റോസ് വാട്ടറാണ് 1/2 സ്പൂൺ. ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിനെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത ഒരു ലെയറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2, 3, 4 ലെയർ വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിൽ അടുത്ത ലെയർ ഇട്ട് കൊടുക്കുക. ഉണങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ ഒഴുകിപ്പോവും, അതുകൊണ്ട് 2-3 ലെയറൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ നാച്ചുറൽ പ്രൊഡക്ട്സ് ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസമൊക്കെ ടൈം എടുക്കും. കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രം 2 മാസത്തിനൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ നോക്കുക. ഒറ്റയടിക്കൊരു റിസൾട്ട് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ലിപ്പിന് ചുറ്റും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിത് 1 മാസത്തോളം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇതിൻ്റെ റിസൾട്ടെങ്കിലും കണ്ടു തുടങ്ങിയത്. പക്ഷേ ആ ഒരു മെഡിക്കൽ ക്രീം യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്നാണ് എനിക്കൊരു നല്ലൊരു ചേഞ്ച് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മുട്ടിലുണ്ടാവുന്ന ഡാർക്ക്നെസ് മാറാൻ തുടങ്ങി, അതുപോലെ തന്നെ കൈമുട്ടിലുണ്ടാവുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഈ വിരലുകളുടെ ഇടയിൽ ഇങ്ങനെ കറുത്ത പാടുണ്ടാവില്ല, അത് മാറാൻ തുടങ്ങി. പിമ്പിൾസിൻ്റെ മാർക്ക്, അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ റിസൾട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം ഫസ്റ്റ് വാഷ് ചെയ്തൊന്നും നമുക്കിതുപോലെയുള്ള പിഗ്മെൻറ്റേഷനൊന്നും മാറ്റാൻ സഹായിക്കുന്നതല്ല. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രീം പോലെ തന്നെ നമുക്ക് ഈ ഒരു നാച്ചുറൽ പ്രോഡക്റ്റ്, ഇതുപോലെ നാച്ചുറൽ പാക്കും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും അപ്ലൈ ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ഒരാഴ്ചയൊക്കെ ഈ ഉണ്ടാക്കിയ പാക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും.
അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന മെഡിക്കൽ സ്റ്റോറിലൊക്കെ വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്രീമിൻ്റെ പേരാണ് ഗ്ലൈക്കോസിക്സ്. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എന്താ ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലില്ല, ആ രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടോ, ആ രീതിയിൽ ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് പറയുന്നത്. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ സമയത്ത്, ഭയങ്കര ട്രെൻഡാണ്. പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യാത്ത, ഞാൻ യൂസ് ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വാങ്ങി ഒരു മാസത്തോളം ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. മെഡിക്കൽ സ്റ്റോറിൽ വളരെ അവൈലബിൾ ആയിട്ട് ഉള്ള സാധനമാണ്. മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് ഈ വൈറ്റനിങ് ക്രീമൊക്കെക്കാളും ഏറ്റവും കൂടുതൽ നല്ലതാണ് ഇങ്ങനെയുള്ള ക്രീം വാങ്ങിക്കുന്നത്. ഇതിൽ ഒരുപാട് കണ്ടന്റ് ഒന്നും അടങ്ങിയിട്ടില്ല. ഗ്ലൈക്കോൾസ് ആസിഡാണ്, 6% ആണ്. ഇത് 12% കിട്ടും. പക്ഷേ 12% യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് 6% യൂസ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റായിട്ട് 12% യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ യൂസ് ചെയ്യുന്നത് പിഗ്മെൻറ്റേഷൻ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. പിമ്പിൾസിൻ്റെ മാർക്ക്, ലിപ്പിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ, അങ്ങനെ പിഗ്മെൻറ്റേഷൻ കളർ, മുട്ടിലുണ്ടാവുന്ന കറുപ്പ്, കൈമുട്ടിലുണ്ടാവുന്ന കറുപ്പ്, അതുപോലെ വിരലുകളുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാവില്ല കറുപ്പ്, അത് മുഖത്തുണ്ടാകുന്ന ഈ ഇടയ്ക്കൊക്കെ ഇവിടെയൊക്കെ ചെറിയൊരു കറുത്ത പാടുണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടല്ലാതെ ഈ സാധനം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം മെഡിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ആഴ്ചയിൽ 3 ദിവസം, കറക്റ്റ് കേട്ടോളണം, ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഉപയോഗിക്കാവൂ. വെറ്റായിട്ടിരിക്കുന്ന സ്ഥലത്ത്, അതായത് വെള്ളം നനവുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ലിപ്പിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ ഉള്ളവരാണെങ്കിൽ മുഖം നന്നായിട്ട് കഴുകി അത് നന്നായിട്ട് തുടച്ച് അത് അവിടെ ഉണങ്ങിയതിന് ശേഷം ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി വരുന്നില്ല കേട്ടോ, തീർന്നു. ഉണ്ട്, ഇത്രയൊക്കെ ചെറിയൊരു എമൗണ്ട് മാത്രമായിരിക്കും നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തതാണ്. എനിക്കിവിടെ പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, വളരെ കുറച്ച് എമൗണ്ട് മാത്രം കയ്യിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് എന്നാൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസറൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. എല്ലാ ദിവസവും രാത്രി അപ്ലൈ ചെയ്തിരിക്കണം. ഇത് അപ്ലൈ ചെയ്യുന്നവർ ഉറപ്പായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ പുറത്തിറങ്ങാവൂ. ഇപ്പോൾ തലേ ദിവസം നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉറപ്പായിട്ട് നിങ്ങളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അതല്ലാതെ ഇത് അപ്ലൈ ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് റെഡ് കളറിൽ വരാനും അതുപോലെ ചെറിയ കുരുക്കൾ പോലെയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങാവൂ. ഓക്കെ, നാച്ചുറൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നാച്ചുറലായിട്ടുള്ള പാക്ക് യൂസ് ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. പക്ഷേ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കണം. പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഉറപ്പായിട്ടൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയുടെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഈ സൈഡിലോ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ നമുക്കൊരു ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ ചൊറിച്ചിലോ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ പിന്നെ ഇതൊരിക്കലും അപ്ലൈ ചെയ്യരുത്. ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്രീമാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ, അത് ഇത്രയും മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അത് മാത്രമല്ല, വേറൊരു കാര്യം പറയാനുള്ളത്, മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവൂ. വേറെ നമുക്ക് സെറം ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യവും അത് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ ഒരു സാധനങ്ങളും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവൂ. വേറെ ഒരു സാധനം എന്തും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഈ പിഗ്മെൻറ്റേഷൻ, അത് ലിപ്പിന് ചുറ്റും ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നല്ല പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് ഒരു മാസത്തിനുള്ളിലൊക്കെ എന്തായാലും നമുക്ക് ആ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്നും യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു തരത്തിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഈ ക്രീം ഞാൻ കാണിച്ചത് ലിപ്പിന് ചുറ്റും പിഗ്മെൻറ്റേഷൻ മാറുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അണ്ടർ ഐ ഡാർക്ക്നെസ് മാറ്റില്ല. ഓക്കെ, അത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.